മനുഷ്യർ ചെയ്യുന്ന ചില ജോലികളിലെ മികവ് തെളിയിച്ച ചില ജീവികളുണ്ട്. ഇപ്പം $1000, $10,000, $20,000 ഇങ്ങനെ ഇംഗ്ലണ്ടിൽ പെയിന്റിംഗ് ലേലം നടക്കുകയായിരുന്നു. എല്ലാവരുടെയും ശ്രദ്ധ കോങ്കോ എന്നുള്ളൊരു ചിത്രകാരന്റെ സൃഷ്ടിയിലേക്കാണ്. കാരണം എന്താ, കോങ്കോ സാധാരണ ചിത്രകാരനല്ല, മിടുക്കനായൊരു ചിമ്പൻസിയാണ്. $25,000 അന്ന് കോങ്കോയുടെ ചിത്രങ്ങൾ ലേലത്തിൽ പോയതത്രേ. ഏകദേശം ഒരു 20 ലക്ഷം രൂപ. സുവോളജിസ്റ്റും ചിത്രകാരനുമായ ഡെസ്മണ്ട് മോറിസ് ആണ് കോങ്കോയിലെ ഈ കലാകാരനെ കണ്ടെത്തിയത്. 4 വയസ്സായപ്പോഴേക്കും 400 ചിത്രങ്ങൾ അത്രേ ഈ കുട്ടി ചിമ്പൻസി പൂർത്തിയാക്കിയത്. ഇനി ട്വിഗി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അണ്ണാന്റെ കഥ കേട്ടാലോ. 1979 ചുഴലിക്കാറ്റ് വരുത്തിയ ചില നാശനഷ്ടങ്ങൾ നോക്കാനായി പറമ്പിലേക്ക് ഇറങ്ങിയതായിരുന്നു ചക്ക് എന്നുള്ളൊരാള്. പെട്ടെന്നാണ് അത് കണ്ടത്. മുറിവ് പറ്റി കിടക്കുന്ന ഒരു അണ്ണാൻ. അമേരിക്കയിലെ ഫ്ലോറിഡയിലാട്ടത് നടക്കണേ. ഈ ചക്ക് അണ്ണാനെ എടുത്ത് വീട്ടിലെത്തി. മുറിവുകളിൽ മരുന്ന് വെച്ച് കെട്ടി. ചാര നിറമുള്ള ഈ അണ്ണാന് ട്വിഗി എന്ന് പേരിട്ടു. ഒരിക്കൽ ചക്ക് റിമോട്ട് കൊണ്ട് നിയന്ത്രിക്കുന്ന ഒരു ബോട്ട് മകൾക്കായി വാങ്ങി. എന്നാൽ ആ ബോട്ടിൽ കൂടുതലും സവാരി നടത്തിയത് ആരാന്നോ? നമ്മുടെ ട്വിഗി. വെള്ളത്തിലൂടെയുള്ള സവാരി ട്വിഗിക്ക് നല്ല ഇഷ്ടമായി. അത് മനസ്സിലാക്കിയ ചക്ക് ട്വിഗിയെ വാട്ടർ സ്കീയിങ് പരിശീലിപ്പിച്ചു. ബോട്ടിന് പിറകിൽ വെള്ളത്തിന് മുകളിലൂടെ തെന്നി നീങ്ങുന്നതാണ് വാട്ടർ സ്കീയിങ്. ട്വിഗിയുടെ വാട്ടർ സ്കീയിങ് ഹിറ്റായി. അതോടെ അത് സ്ഥിരം പരിപാടിയാക്കി. ട്വിഗിയുടെ കാലം കഴിഞ്ഞു അത് തുടർന്നു. പരിശീലിപ്പിച്ച അണ്ണാന്മാരെ ഉപയോഗിച്ച് സ്കീയിങ് നടത്തുന്ന അണ്ണാനെ ആ പേര് പോലെ തന്നെയാണ് വിളിക്കുക, ട്വിഗി. ഇനി വേറൊരാളുണ്ട്. ഈ കീരിയുമായിട്ട് സാമ്യമുള്ള ഒരു വളർത്തുമൃഗ, ഫെററ്റ്. കണ്ടിട്ടുണ്ടോ അതിനെ? ഫെലീസിയ എന്നുള്ളൊരു ഫെററ്റ് ഉണ്ടായിരുന്നു. അമേരിക്കയില് 1971 നാഷണൽ ആക്സിലറേറ്റർ ലാബിലാണ് പ്രതിഫലം കൊടുത്ത് ഫെലീസിയ എന്നുള്ള ഫെററ്റിനെ നിയമിച്ചത്. എന്താ കാര്യം എന്നറിയോ? ഫെലീസിയ ആ ലാബിലെ ഏറ്റവും വലിയ യന്ത്രത്തിന്റെ തകരാറുകൾ പരിഹരിക്കൂത്രേ. ഈ യന്ത്രത്തിന്റെ തകരാറിന് കാരണമായ കുഴലുകളില്ലേ, അതൊക്കെ വൃത്തിയാക്കി പ്രശ്നം പരിഹരിക്കുകയാണ് ഫെലീസിയയുടെ ജോലി. അടുത്തയാളൊരു വേട്ടനായ. പ്രതിമാസം $10,000 മുകളിലാണ് ബോദി ദി ഷിബ ഇനു എന്ന ജാപ്പനീസ് വേട്ടനായയുടെ ശമ്പളം. മെൻസ്വെയർ ഡോഗ് എന്നറിയപ്പെടുന്ന പ്രശസ്ത മോഡലാണ് ഈ വേട്ടനായ. ഫാഷൻ ഡിസൈനർമാരായ ഉടമകൾ ധരിപ്പിച്ച സ്റ്റൈലൻ വസ്ത്രങ്ങളിൽ ഇനു ഫോട്ടോയ്ക്ക് പോസ് ചെയ്തു. ഇതായിരുന്നു ഇനുവിന്റെ ഫാഷൻ കരിയറിന്റെ തുടക്കം. സോഷ്യൽ മീഡിയയിലെല്ലാം നിരവധി ഫോളോവേഴ്സ് ഉള്ള ഇനു ന്യൂയോർക്ക് ഫാഷൻ വീക്കിലടക്കം കഴിവ് തെളിയിച്ചിട്ടുണ്ട് അത്രേ. എന്താ അല്ലേ? ഇനി പറയാൻ പോണത് ഒരു കെൽപ്പിയെ പറ്റിയാണ്. എന്നുവെച്ചാൽ ആടുകളെ മേയ്ക്കാനൊക്കെ പരിശീലനം ലഭിച്ച നായ്ക്കള്. റൂബി എന്ന കെൽപ്പിക്ക് ഈ ആടുകളെ മേയ്ക്കാനൊന്നും ഒട്ടും താല്പര്യമില്ലായിരുന്നു. അങ്ങനെ ദേഷ്യം വന്ന ഉടമസ്ഥൻ റൂബിയുടെ കഥ കഴിക്കാൻ തീരുമാനിച്ചിരുന്നു. അതിനായി ജോലിക്കാരനെ ഏർപ്പാടാക്കുകയും ചെയ്തു. പക്ഷെ ജോലിക്കാരന് റൂബിയെ കണ്ടപ്പോൾ പാവം തോന്നി. അയാൾ റൂബിയെ ഓസ്ട്രേലിയയിലെ എഡ്ഗാർസ് മിഷനിലാക്കി. ഉപേക്ഷിക്കപ്പെടുന്ന മൃഗങ്ങൾക്കുള്ള വീടായിരുന്നു അത്. റൂബിയുടെ കഴിവ് പുറത്തു വരാൻ അധികം സമയമൊന്നും വേണ്ടി വന്നില്ല. പുതിയ മൃഗങ്ങളെ സ്വീകരിക്കുക, അനാഥരായ ആട്ടിൻകുട്ടികൾക്ക് വളർത്തമ്മയാവുക, ടെൻഷനുള്ള മൃഗങ്ങളെ സമാധാനിപ്പിക്കുക തുടങ്ങി റൂബി എന്ന വെറ്റ് നഴ്സ് തന്റെ പുതിയ ജോലിയിൽ സ്റ്റാർ ആയിട്ടുണ്ടായിരുന്നു. അടുത്തയാള് ഒരു ഡോൾഫിനാണ്. ന്യൂസിലാൻഡിൽ ഒരു ഫ്രഞ്ച് പാസ് ഉണ്ട്. 17-ാം നൂറ്റാണ്ടില് ഈ കടലിടുക്കിലൂടെ യാത്ര ചെയ്യാൻ അത്ര എളുപ്പമല്ലായിരുന്നു. എന്നാൽ അതുവഴി പോകുന്നവർക്ക് വഴി കാണിച്ചുകൊണ്ട് പെലോറസ് ജാക്ക് എന്ന ഡോൾഫിൻ മുന്നിൽ നീന്തിയ കഥ കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ? 1888 ഫ്രഞ്ച് പാസിലൂടെ യാത്ര ചെയ്ത ചില യാത്രക്കാർ പെലോറസ് ജാക്കിനെ കണ്ടത്. പിന്നീട് കുറെ കാലം ഈ ഡോൾഫിൻ യാത്രക്കാരുടെ വഴികാട്ടിയായിട്ടുണ്ടായിരുന്നു അത്രേ. 1912 വരെ മൂപ്പരി സേവനം തുടർന്നു എന്നാണ് കിട്ടിയിരിക്കുന്ന വിവരങ്ങൾ.